കാപ്പ ചുമത്തിയ BJP കൗൺസിലർ ആർ സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചു. സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി തേടിയാണ് സുഗതൻ ഹർജി സമർപ്പിച്ചത്. സർക്കാർ സത്യപ്രതിജ്ഞ തടയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയിൽ തീരുമാനം ഉണ്ടാകും. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, നിലവിൽ ഹർജിയുമായി ഇയാൾ മുന്നോട്ട് വന്ന ഹർജിയിലെ ആവശ്യങ്ങൾ എന്താണ് സുഗതനെ സംബന്ധിച്ചിടത്തോളം? സുഗതൻ ഇങ്ങോട്ടേക്ക് വന്നാൽ അത് വലിയ പ്രശ്നവും കോർപ്പറേഷനിലൊക്കെ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളും അടിപിടിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ കാപ്പ ചുമത്തി ഇപ്പോൾ തടവിലാക്കിയിരിക്കുന്ന BJPയുടെ തിരുവനന്തപുരത്തെ കൗൺസിലർ സുഗതന്റെ ആവശ്യം തനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കണമെന്നതാണ്. സുഗതനടക്കം 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നേരത്തെ ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. മറ്റ് 19 കൗൺസിലർമാരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും സുഗതന് ജയിലിലായതിനാൽ അതിന് കഴിയാതെ പോയി. അപ്പോൾ തന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം, സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കണം, ഇതായിരുന്നു സുഗതന്റെ ആവശ്യം. പക്ഷേ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി പുറത്തിറക്കുന്നതിനെ സർക്കാർ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ മേയറടക്കം മറ്റ് സംവിധാനങ്ങൾ ജയിലിലേക്ക് എത്തേണ്ടി വരും. എന്തായാലും അക്കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സുഗതനെ മോചിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പുറത്ത് ഇറക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അവർ കോടതിയിൽ എടുത്തിരിക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.